സുദീപിന് കുറെ ആരാധകരൊക്കെ ഉണ്ടല്ലോ. ഒരു സെക്യൂരിറ്റി സ്ഥിരമായി വിളിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു ATM സെക്യൂരിറ്റി. അപ്പൊ ഇത് ഒരു ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇതിന്റെ ബുദ്ധിമുട്ടെന്ന് പറയാം. ശ്രീമണ്ണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. ആരാധന എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. രാത്രിയിൽ ആ സമയത്ത് കോള് വരും. അപ്പോൾ എത്ര മണിക്കായിരിക്കും അത്? ഈ പറഞ്ഞ പോലെ 1:30-2 മണി സമയത്താണ് കോള് വരുന്നത്. അപ്പോൾ വേറെ കാര്യമുണ്ട്, ഞാൻ ആ സമയത്ത് എൻ്റെ പാട്ടുകൾ ഈ ഡയലർ ടോണായിട്ട് ഇട്ടിരുന്നു. വിളിക്കുമ്പോൾ നമ്മുടെ പാട്ട് തന്നെ വരുമല്ലോ. അപ്പൊ അതൊരു സുഖമല്ലേ, വിളിക്കുന്ന ആൾക്ക് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളെ വിളിക്കുന്ന ആൾക്ക് നമ്മുടെ പാട്ട് കേൾക്കുമ്പോൾ നമ്മളാണെന്ന് ഉറപ്പിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഏതോ ഒരു പാട്ട് ആ സമയത്ത് ഹിറ്റായ ഒരു പാട്ട് വെച്ചിരുന്നു. അപ്പോൾ രാത്രി 1:30 മണിയായപ്പോഴത്തേക്ക് ഒരു കോള് വന്നു. ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ കട്ടായി. പിന്നെയും കിടന്നുറങ്ങി. 2:30 മണിയായപ്പോൾ പിന്നെയും കോള് വന്നു. അപ്പോഴും 2-3 റിങ് കഴിയുമ്പോൾ ഞാൻ അപ്പോഴല്ലേ നമ്മൾ എണീറ്റ് വരും, ഉറക്കത്തിലല്ലേ, ഡീപ് സ്ലീപ്പ് അല്ലേ, തിരിച്ചു വെക്കുന്നു, കിടന്നുറങ്ങും. പിറ്റേ ദിവസം ഇത് തന്നെ തുടരുന്നു. അപ്പോൾ എനിക്ക് ആ നമ്പർ തിരിച്ചു വിളിച്ചില്ല, ആ സമയത്ത് വിളിച്ച് ആരാണെന്ന് അറിയില്ലല്ലോ. പിറ്റേ ദിവസം ഇത് തന്നെ രാത്രി 1:30 കോള് വരുന്നു. എടുത്തു നോക്കുമ്പോൾ കട്ടാവുന്നു. അപ്പം ഞാൻ പിന്നെ ഉറങ്ങാതിരുന്ന് എന്നിട്ട് തിരിച്ചു വിളിച്ചു, അയാൾ എടുക്കുന്നില്ല. പിന്നെ അയാൾ വിളിക്കുന്നു, ഞാൻ എടുക്കുമ്പോൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതെന്ത് സംഭവം, രാവിലെ വിളിക്കാം. ശരിക്കും ദേഷ്യം വന്നു. രാവിലെ തിരിച്ചു വിളിച്ചു. രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് ഹലോ ആരാണ്? സാറേ എൻ്റെ പേര് എന്തോ ഒരു പേര് പറഞ്ഞു. എന്താ നിങ്ങൾ ഈ അസമയത്ത് എന്തിനാ വിളിക്കുന്നത്? രാത്രി നിങ്ങൾക്ക് പകൽ വിളിച്ചൂടെ, എന്താ കാര്യം, എന്താ പറയും? അതല്ല സാറേ, സാറിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. എന്താ ആരാധകനാണെങ്കിൽ എന്താ നിങ്ങളെന്തിനാ രാത്രി വിളിക്കുന്നത്? അല്ല, സാറിനെ വിളിക്കുമ്പോൾ സാറിൻ്റെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് കേൾക്കുന്നത്, അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കേട്ടാൽ മതി, എനിക്ക് ഉറങ്ങണ്ടേ? ഞാൻ ഉറങ്ങുന്ന സമയത്താണോ നിങ്ങൾ പാട്ട് കേൾക്കുന്നത്? നിങ്ങൾക്ക് പകൽ വിളിച്ചൂടെ? അതല്ല സാറേ, എനിക്ക് രാത്രി ഉറക്കമില്ല. എന്താ? ഞാൻ ATM-ലെ സെക്യൂരിറ്റിയാണ്. ശ്രീറാം പഠിക്കുന്ന കാലത്ത് ശ്രീറാമിനൊരു കാമുകി ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, കല്യാണം കഴിക്കണമെന്ന് താല്പര്യപ്പെട്ട് വരുന്ന ഒരു കാമുകി. അങ്ങനെ കാമുകിമാരുടെ ഒരു നീണ്ട നിരയുണ്ടെന്ന് പറഞ്ഞു കളയരുത്. ഇല്ല, ഒരിക്കലും തള്ളിക്കളയരുത്. ഒരിക്കലും ഇല്ല. റിട്ടയർമെന്റ് ഒക്കെ ചെയ്ത് സമാധാനമായിട്ട് ഇരിക്കുകയാണ്, ഭാര്യയൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ള ഒരു ധാരണയും കൂടെ വെച്ചിട്ട് ആ കാമുകിയെ കുറിച്ചൊന്ന് ഗുഡ് ഓൾഡ് ഡേയ്സ് സ്മരിക്കും. ശരിക്കുള്ള കഥയുടെ ഒരു 50% ഓർമ്മകളിൽ ഇപ്പോൾ മഴ പെയ്യുകയാണ്. ഇല്ല ഇല്ലില്ല, എന്റെ പൊന്നെ, ശീതക്കാറ്റ് അടിക്കും. ഓക്കെ, നല്ല കാര്യം. ഇത് എത്രാം വയസ്സിലാണ്? അല്ല, ഇത് കോളേജിലാണ്. കാമുകി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാട്ടൊക്കെ കേട്ട് വലിയ താല്പര്യമാണ്. ശ്രീറാം ഈ കോളേജിലൊക്കെ നന്നായിട്ട് പാടി നടക്കുന്ന ആളായിരുന്നു. പിന്നെ പാട്ടും മിമിക്രി, പാട്ടിനും മിമിക്രിക്കും ഈ കോളേജിൽ പെമ്പിള്ളേരുടെ വലിയ മാർക്കറ്റാ. മിമിക്രിക്ക് കുറെ കൂടെ അറിയാതെയും പോയി. അങ്ങനെയാണ് ഞാൻ മിമിക്രിയിലോട്ട് വന്നത്. മിമിക്രി അല്ലേ? അതെ, പാട്ട് വെച്ച് കുടിക്കാൻ പറ്റത്തില്ല. പാട്ട് ചില കേസ് വീഴത്തില്ല. എങ്ങനെ? ജി വേണുഗോപാല്, ഡി ശ്രീനിവാസൻ, ഇവരെല്ലാം ആ കോളേജിലാണ്. ബാലഗോപാലൻ തമ്പി, ഇതെല്ലാം ഒരു കോളേജില്. അവർക്ക് മിമിക്രി ഇല്ല, നമ്മളിപ്പുറത്ത് പിടിച്ചു. വേണുഗോപാൽ മിമിക്രി പറഞ്ഞ വിവരം അറിയും അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു പ്രത്യേക താല്പര്യം. അപ്പൊ അവര് ഡിഗ്രിക്ക് പഠിക്കുക, അപ്പൊ ഞാൻ MA ഫൈനൽ ഇയർ. അപ്പൊ ഇങ്ങനെ ഒരാളല്ലേ ഉള്ളൂ. അതെ, അവൾക്കർ. അപ്പൊ വരും, സംസാരിക്കും. ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നൊരു നല്ല പയ്യന. ക്ലാസ് കട്ട് ചെയ്യണമെങ്കിൽ നേരെ അപ്പുറത്ത് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, അവിടെ പോയിരിക്കും. പെൺകുട്ടികളുടെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, അതിന്റെ നടയിൽ കാണും. അത്ര നല്ല പയ്യനാണ്. അപ്പൊ ഇവരിങ്ങനെ ഇടയ്ക്ക് സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ കുറച്ച് കൂടുതൽ സംസാരം. അപ്പൊ അതൊക്കെ ഞാൻ വളരെ നോർമൽ. ഒന്നും വരില്ലല്ലോ. അപ്പൊ കോളേജ് എക്സാം ഒക്കെ വരാനുള്ള സമയമായി. ലാസ്റ്റ് ഡേ കണ്ടാണ്. അപ്പൊ ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പുറത്തെ വശത്താണല്ലോ, സാൻസ്ക്രിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ. അപ്പൊ ഈ കുട്ടി വന്ന് പറഞ്ഞു, അപ്പൊ നമ്മളെ ഇനി നമ്മളെ കാണില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. നമ്മൾ ചോദിക്കും, കല്യാണം കഴിച്ചാലോ നമുക്ക്? ഞാൻ പറഞ്ഞു, കല്യാണോ? ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചോണ്ടിരിക്കണേ ഉള്ളൂ, ജോലിയൊക്കെ വേണ്ടേ? അല്ല, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമുണ്ട്, എനിക്കൊരു ജോലി വേണ്ടേ? അല്ല, എന്റെ അച്ഛന് ഒരുപാട് പൈസ ഉണ്ട്. ഞാൻ പറഞ്ഞു, അതവിടെ ഇരുന്നോട്ടെ, അത് പിന്നെ എടുത്തോളാം. ഞാൻ ഇപ്പൊ തൽക്കാലം എനിക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണല്ലേ? ഞാൻ പറയാം, അങ്ങനെയാണ്. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ വർഷങ്ങൾ ഒരുപാട് പോയി. എനിക്ക് നമ്മൾ ആകാശവാണിയിലെ പോസ്റ്റിംഗ് മാംഗ്ലൂരായിരുന്നു. അപ്പൊ മാംഗ്ലൂരും പോയിട്ട് 94, ഇത് 83 നടന്ന കഥയാണ്. 82, 83. 94, 95 തിരിച്ചു വരുന്നു. അപ്പം ഒരു ലീവിന്റെ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ ഈസ്റ്റ് ഫോർട്ടോ വഴി ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ നല്ല പരിചയമുള്ള ഒരു മുഖം എവിടെയോ കണ്ടിട്ടുണ്ട്. ഫാമിലി ആയിട്ട്, ഭർത്താവ്, ഭാര്യ, മക്കള് ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോകും. അപ്പം വണ്ടി ഇതിന്റെ ശ്രീറാമല്ലേ? ഞാൻ പറയാം, അതെ. എന്നെ മനസ്സിലായോ?
ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇപ്പൊ എവിടെ? കാശുള്ള അച്ഛൻ ആ അത് പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ മാംഗ്ലൂരാണ്. അവിടെ ആകാശവാണിയില്ലല്ലേ? ഓ ശരി. അപ്പം വൈഫ്? ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ്. ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ 95-ലായിരുന്നു എൻ്റെ കല്യാണം. ഞാൻ പറഞ്ഞു ഇതുവരെ ആയിട്ടില്ല. ഞാൻ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ആലോചിക്കട്ടെ. ഞെട്ടിപ്പോയി. വിടാൻ വഴിയില്ല. വിടാൻ വഴിയില്ല. ആലോചിച്ചോളൂ.